കാസർഗോഡ് പാമ്പുകടിയേറ്റ് ചികിത്സയിലായിരുന്ന 4 വയസ്സുകാരി മരിച്ചു. എളത്തിത്തട്ടിലെ ശരത് അജിത ദമ്പതികളുടെ മകൻ മുത്തുചന്ദ്രയാണ് മരിച്ചത്. വീടിന് സമീപം കളിക്കുന്നതിനിടെയാണ് കുട്ടിക്ക് പാമ്പുകടിയേറ്റത്. അരുൺ പൂപ്പറമ്പ വിവരങ്ങൾ നൽകും. അരുൺ, ഇപ്പോൾ 4 വയസ്സുകാരി നേരത്തെ ചികിത്സയിലായിരുന്നു, പക്ഷേ ചികിത്സ ഫലിച്ചില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? സ്മൃതി, 3 ദിവസമായി കുട്ടി പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. വെന്റിലേറ്ററിലായിരുന്നു ചികിത്സയിൽ ഉണ്ടായിരുന്നത്. ഇന്ന് രാവിലെയാണ് ഋതുചന്ദ്രയുടെ മരണം സ്ഥിരീകരിച്ചത്. തിങ്കളാഴ്ചയായിരുന്നു വീടിന് മുറ്റത്ത് നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന ഈ 4.5 വയസ്സുകാരിയെ മൂർഖൻ പാമ്പ് കടിച്ചത്. ഈ കളിപ്പാട്ടം എടുക്കുന്നതിനിടെ അവിടെ വീട്ടിന് മുറ്റത്ത് കൂട്ടിയിട്ടിരുന്ന മരക്കഷങ്ങൾക്കിടയിലായിരുന്നു ഈ പാമ്പുണ്ടായിരുന്നത്. അങ്ങനെയാണ് ഈ കുട്ടിക്ക് കടിയേൽക്കുന്നത്. പിന്നീട് തൊട്ടടുത്തുള്ള ആശുപത്രിയിലും ആരോഗ്യനില ഗുരുതരമായതിനെ തുടർന്നാണ് പരിയാരത്തേക്ക് കുട്ടിയെ മാറ്റുകയും ചെയ്തത്. എന്തായാലും ഈ കുട്ടിയെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരമാവധി ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അതിനായി പ്രത്യേക ഒരു മെഡിക്കൽ സംഘത്തെ തന്നെ നിയോഗിക്കുകയൊക്കെ ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആ കുട്ടി ചെറിയ തോതിലെങ്കിലും മരുന്നിനോട് പ്രതികരിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ബന്ധുക്കൾ വലിയ പ്രതീക്ഷയിലായിരുന്നു. ഈ ഋതുചന്ദ്ര തിരിച്ചു വരും എന്നൊരു പ്രതീക്ഷയിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഡോക്ടർമാർക്കും ആ പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് രാവിലെ മരണം സംഭവിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ ഋതുചന്ദ്ര എളേരിത്തട്ട്, അതായത് കാസർഗോഡ് ജില്ലയിലെ മലയോര മേഖലയിലാണ് ഋതുചന്ദ്രയുടെ വീട്. അവിടെ നിന്ന് പാമ്പ് കടിയേറ്റ് പെട്ടെന്ന് അവിടെ തൊട്ടടുത്ത് ഈ പാമ്പ് കടിയേറ്റവർക്കുള്ള ചികിത്സ, അത്തരത്തിലുള്ള ചികിത്സ അവിടെ ലഭ്യമല്ല. അതുകൊണ്ടാണ് അല്പം ദൂരമുള്ള പരിയാരത്തേക്ക് ചികിത്സയും വൈകി എന്നുള്ളതാണ്, ആശുപത്രിയിലേക്ക് എത്താനും വൈകി എന്നുള്ളതാണ്. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്.